രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 500 വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കി സിനിമാ സംഘടനകൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉച്ചഭക്ഷണ കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് ഡെലിഗേറ്റുകളുടെ ശ്രദ്ധയ്ക്ക് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയും ചേർന്ന് നടത്തുന്ന കോംപ്ലിമെന്ററി ലഞ്ച് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അസോസിയേഷൻ 12 വർഷമായി മുടങ്ങാതെ ഈ പതിവ് തുടരുകയാണ്. സിനിമാ പ്രേമികളായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കുന്നത് തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റിയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കേരള ഫിലിം ചേംബേഴ്സ് കൊമേഴ്സും ചേർന്ന് സംയുക്തമായിട്ടാണ്. സിനിമ മേളയിൽ പങ്കെടുക്കുന്ന സിനിമ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് മാത്രമായി ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തി തുടങ്ങിയിട്ട് 12ാമത്തെ വർഷമാണ്. ഏതാണ്ട് 500 പേർക്കാണ് ഞങ്ങൾ ദിവസവും ഉച്ചയ്ക്ക് സൗജന്യമായി ഫുഡ് സപ്ലൈ ചെയ്യുന്നത്. ഒരാളിന് തൃപ്തിയാത്ത വിധത്തിലുള്ള ആഹാരം ഇതിനകത്തുണ്ട്. വ്യത്യസ്ത വിഭവങ്ങളാണ് മേള ആസ്വദിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കായി സംഘാടകർ കരുതുന്നതെന്ന് നടി മായ വിശ്വനാഥ് പറഞ്ഞു. 12 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ടല്ലേ. ഈ 12 വർഷം സ്റ്റുഡൻസിന് കിട്ടുന്നൊരു വലിയൊരു ഇതല്ലേ. അവരിതിൻ്റെ ഇടയിൽ വരുമ്പം അവർക്കൊരു ഫുഡ് വാങ്ങിക്കാൻ പലവരുടെയിലും കാണണമെന്നില്ല. അപ്പോൾ അവർക്ക് അത് കിട്ടുന്ന ഒരു വലിയൊരു ഇതാണ്. നമുക്കും അതൊരു സന്തോഷമാണ്. കാരണം പ്രൊഡ്യൂസ് അസോസിയേഷൻ ഇത് കൊടുക്കുന്ന ഒരു നേരം അന്നം എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ലേ. അപ്പോൾ അവർ അത് നിറഞ്ഞ മനസ്സോടെ കൊണ്ടുപോകുമ്പോൾ നമുക്കതൊരു നിറവാണ്. IFFK ചെയർമാൻ പ്രേംകുമാർ വിതരണ കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.